ഇപ്പോൾ മലപ്പുറത്ത് ദേശീയപാത ഇടിഞ്ഞു വീണതിൽ മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇത് പാഡി ലാൻഡിലൂടെ കടന്നു പോകുന്നതായതുകൊണ്ടും പാഡി ലാൻഡിലൂടെ വളരെയധികം എർത്ത് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടായതുകൊണ്ടും പാഡി ലാൻഡിൽ ഒരു ബഡ്ജിങ് ഉണ്ടാകുകയും ആ ബഡ്ജിങ് ഈ പാസ് ചെയ്യുന്ന റോഡിനെ ബാധിച്ചു എന്നാണ് പ്രിലിമിനറി ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായി എക്സ്പെർട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കാരണത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കൂ. ഈ മീറ്റിംഗിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രോജക്ട് ഡയറക്ടർ അൻഷിൽ ശർമ്മ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒപ്പീനിയനും ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ചൊരു വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഡൈവേർഷന് വേണ്ടി പോലീസും RTOയും ചേർന്ന് അവരുടെ സജഷൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൈവേർഷന് ബോർഡുകൾ വെച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അതാണ്. ഡൈവേർട്ട് ചെയ്യുന്ന റൂട്ടുകളിൽ പാർക്കിംഗ് ഒഴിവാക്കി സ്മൂത്തായിട്ട് പോകുന്നതിന് വേണ്ടി ആലോചിക്കും. നാളെ എക്സ്പേർട്ട് പരിശോധിച്ചതിന് ശേഷം ഡാമേജ് ആവാത്ത റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, സർവീസ് റോഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് നാളെ എക്സ്പേർട്സ് പരിശോധിച്ച ശേഷം 2-3 ദിവസം കൂടെ വാച്ച് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും. പക്ഷേ ഡൈവേർഷന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഡൈവേർഷൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും പരമാവധി ബുദ്ധിമുട്ട് ഒഴിവാക്കി കൺജക്ഷൻ ഒഴിവാക്കിയുള്ള ഡൈവേർഷനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത്. അല്ല, ഇൻഡിപെൻഡന്റ് എക്സ്പെർട്സ് ആണ്. ഈ റോഡ് കൺസ്ട്രക്ഷൻ മേഖലയിലെ 3 എക്സ്പെർട്സ് ഉള്ള ഒരു കമ്മിറ്റിയാണ്. അവർ NHAIയുടെ ഉദ്യോഗസ്ഥരല്ല, ഇൻഡിപെൻഡന്റ് എക്സ്പെർട്സ് ആണ്. അതാണ് ഇങ്ങനെ ഒരു വീഴ്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത്. പലപ്പോഴും അത് ജില്ലാ വികസന സമിതിയുടെ ശ്രദ്ധയിൽ പലവട്ടം പിടിച്ചതാണ്. പക്ഷെ അത് ഒരിക്കലും പരിഗണിച്ചിട്ടാണ് നേതാക്കന്മാരെല്ലാം ഉന്നയിക്കുന്നത് കാര്യം. ബഹുമാനപ്പെട്ട MLAമാരും ജനപ്രതിനിധികളും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വാട്ടർ ലോഗിങ്ങും കൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് ചില റോഡുകൾ തടസ്സപ്പെടുത്തി ഒന്നിലധികം സ്ഥലങ്ങളിൽ അണ്ടർപാസ് കൊടുക്കണം അല്ലെങ്കിൽ ഓവർപാസ് കൊടുക്കണം, ഇങ്ങനെയുള്ള പരാതികളാണ് പൊതുവെ ഉന്നയിക്കുന്നത്. അപ്പോൾ അണ്ടർപാസും ഓവർപാസും കൊടുക്കുന്നത് സംബന്ധിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. അതനുസരിച്ച് ഗുരുതരമായ പ്രശ്നമാണ്. അത് വലിയ ദുരന്തം ഒഴിവായി പോയതാണ്, ഭാഗ്യത്തിന് ഒഴിവായി പോയതാണ്. അതിൽ സീരിയസ് ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, നടക്കട്ടെ. അതിന്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കട്ടെ.